സഹോദരങ്ങളെ, രക്ഷകൻ്റെ കുരിശിലെ അന്ത്യമൊഴികളിലൂടെ ഒരു ആത്മീയ യാത്രയാണ് ഈ ദിവസങ്ങളിൽ നാം നടത്തുന്നത്. ഈശോ തൻ്റെ ആത്മാവിനെ പിതാവിൻ്റെ കരങ്ങളിലേക്ക് അർപ്പിക്കുന്ന ആ സമയത്തിൻ്റെ ചേർന്ന് ഈശോ നടത്തിയ 7 മൊഴികൾ നമ്മുടെ ആത്മാവിൻ്റെ വ്യത്യസ്തങ്ങളായ തലങ്ങളെ പ്രചോദിപ്പിക്കുന്നതാണ് എന്ന് നമ്മൾ കണ്ടു. അതുകൊണ്ട് തന്നെ ഈ 7 മൊഴികൾ നമ്മൾ മനഃപ്പാഠമാക്കുന്നത്, ഒരു സങ്കീർത്തനം പോലെ ആവർത്തിക്കുന്നത് തീർച്ചയായും നമ്മുടെ ആത്മാവിനെ ഒരുപാട് ബലപ്പെടുത്തും. അതുകൊണ്ട് കഴിഞ്ഞ ദിവസങ്ങളിൽ ചെയ്തതുപോലെ തന്നെ നമുക്കൊരിക്കൽ കൂടി ആ കുരിശിലെ 7 മൊഴികൾ, 7 വചനങ്ങൾ ആവർത്തിക്കാം. ഒന്നാമത്തെ വചനം, പിതാവേ ഇവരോട് പൊറുക്കണമേ, ഇവർ ചെയ്യുന്നത് എന്തെന്ന് ഇവരറിയുന്നില്ല. രണ്ടാമത്തെ വചനം, നീ ഇന്ന് എന്നോടുകൂടെ പർദീസയിലായിരിക്കും. മൂന്നാമത്തെ വചനം, ഇതാ നിൻ്റെ അമ്മ, ഇതാ നിൻ്റെ മകൻ. നാലാമത്തെ വചനം, എൻ്റെ ദൈവമേ, എൻ്റെ ദൈവമേ, എന്തുകൊണ്ട് നീ എന്നെ കൈവെടിഞ്ഞു. അഞ്ചാമത്തെ വചനം, എനിക്ക് ദാഹിക്കുന്നു. ആറാമത്തെ വചനം, എല്ലാം പൂർത്തിയായി. ഏഴാമത്തെ വചനം, അബ്ബാ നിൻ്റെ കൈകളിൽ എൻ്റെ ആത്മാവിനെ ഞാൻ സമർപ്പിക്കുന്നു. കഴിഞ്ഞ ദിവസം നമ്മൾ കണ്ടത് ഈശോയുടെ കുരിശിലെ 5ാമത്തെ മൊഴിയാണ്, എനിക്ക് ദാഹിക്കുന്നു, ഐ തേഴ്സ്റ്റ്. നാം അവിടെ കണ്ട കാര്യം ഇതാണ്, ദൈവ ഐക്യത്തിന് വേണ്ടിയിട്ടുള്ള ഒരാത്മാവിൻ്റെ നിരന്തരമായ കരച്ചിലിനായി വിശുദ്ധ ഗ്രന്ഥം മാറ്റിവെക്കുന്ന വാക്കാണ് ദാഹം. 50-ലധികം പ്രാവശ്യം ബൈബിളിലുടനീളം ഈ വാക്ക് പറയുമ്പോൾ പ്രധാനമായുള്ള അർത്ഥം ഇതുതന്നെയാണ്, ഇതാ എൻ്റെ ഹൃദയം ദൈവത്തിന് വേണ്ടി ദാഹിക്കുന്നുവെന്ന്. കുരിശിലെ ഈശോ ഐ തേഴ്സ്റ്റ് എന്ന് പറയുമ്പോൾ, എനിക്ക് ദാഹിക്കുന്നെന്ന് പറയുമ്പോൾ, നിങ്ങളുടെ യഥാർത്ഥമായ ദാഹം എനിക്ക് വേണ്ടിയാകണം എന്നാണ് ഈശോ ദാഹിക്കുന്നത്. അനുഗ്രഹീത ഫിലോസഫറായ ബ്ലെയ്സ് പസ്കാൽ എന്ന മനുഷ്യൻ പറയുന്നുണ്ട്, ദൈവത്തിന് മാത്രം പൂർത്തിയാക്കാൻ കഴിയുന്ന ഒരു ശൂന്യത സൃഷ്ടിയിലെ ദൈവം നമ്മുടെ ഉള്ളിൽ സൂക്ഷിച്ചിട്ടുണ്ട്. ആ എംപ്റ്റിനെസ് മാറ്റണമെങ്കിൽ, ആ ശൂന്യത മാറ്റണമെങ്കിൽ മറ്റൊരു വിഭവങ്ങൾ കൊണ്ടോ വസ്തുക്കൾ കൊണ്ടോ വ്യക്തികളെ കൊണ്ടോ ആകില്ല. അത് ആ ശൂന്യത മാറ്റാൻ കഴിവുള്ള ദൈവത്തിനെ കൊണ്ടേ മാത്രമേ കഴിയൂ എന്ന്. വിശുദ്ധനായ അഗസ്റ്റിൻ്റെ കഥ നമുക്കറിയാവുന്നതാണ്. ജീവിതത്തിലുടനീളം ഒട്ടേറെ മോഹങ്ങളുടെയും ദാഹങ്ങളുടെയും പിറകെ അയാൾ പോയി. ഒട്ടേറെ ചിന്താധാരകളുടെ പിറകെ പോയി, പഠനങ്ങളുടെ. ഏറ്റവും ഒടുക്കം യഥാർത്ഥത്തിലുള്ള അവൻ്റെ ദാഹം മാറ്റാൻ കഴിവുള്ള രക്ഷകനെ കണ്ടെത്തിയപ്പോൾ അവൻ ഏറ്റവും അധികം കാര്യമായി എഴുതിയ, അല്ലെങ്കിൽ തൻ്റെ ജീവിതത്തിൻ്റെ മുഴുവൻ ഒരു കുമ്പസാരം എന്നതുപോലെ എഴുതിയ കൺഫെഷൻസ് എന്ന പുസ്തകത്തിൻ്റെ ആദ്യ പേജിൽ ഇങ്ങനെ എഴുതി, ഓ ദൈവമേ, നീ എന്നെ നിനക്കായി സൃഷ്ടിച്ചു, നിന്നിലെത്തുവോളം എൻ്റെ മനസ്സ് അസ്വസ്ഥമാണ് എന്ന്. സഹോദരങ്ങളെ, തെറ്റായ ദാഹങ്ങൾ, മോഹങ്ങൾ നമ്മൾ കൊണ്ടു നടന്നാൽ തീർച്ചയായും നമ്മൾ തേടുന്നത് തെറ്റായ പൊട്ടക്കിണറുകളായിരിക്കുമെന്നും ആ പൊട്ടക്കിണറുകളിലെ വെള്ളം ഒരിക്കലും നമുക്ക് ദാഹശമനിയാകില്ല, മറിച്ച് ദാഹം വർദ്ധിപ്പിക്കുകയേ ഉള്ളൂ എന്നാണ് നമ്മൾ കഴിഞ്ഞ ദിവസം കാണാനായിട്ട് ശ്രമിച്ചത്. ഏറ്റവും ഒടുക്കം നമ്മളിങ്ങനെ പറഞ്ഞു, ഒരു ആത്മീയ എക്സസൈസ് പോലെ തെറ്റായ 1-2 മോഹങ്ങളെയും ദാഹങ്ങളെയും കണ്ടെത്തുക. എന്നിട്ട് അവ ഈശോയ്ക്ക് കൈമാറിക്കൊണ്ട് ഇങ്ങനെ പ്രാർത്ഥിക്കുക, ഓ ഈശോയെ, നീ എൻ്റെ ദാഹമാകണമേ, നീ എൻ്റെ മോഹമാകണമേ. തീർച്ചയായും ഈ വിശുദ്ധമായ ദിനങ്ങളെ ഒരുപാട് ആത്മീയമായി പ്രകാശിപ്പിക്കാൻ, നമ്മുടെ ആത്മാവിനെ പ്രകാശിപ്പിക്കാൻ ഈ പ്രാർത്ഥന നിങ്ങളെ സഹായിക്കും എന്നതിൽ സംശയമില്ല. നമുക്ക് ഈ ദിവസത്തെ ഈശോയുടെ കുരിശിലെ 6ാമത്തെ മൊഴിയിലേക്ക് പ്രവേശിക്കാം. യോഹന്നാൻ്റെ സുവിശേഷം 19-ാമത്തെ അധ്യായം 30-ാമത്തെ തിരുവചനത്തിലാണ് നമ്മൾ ഈ കുരിശിലെ 6ാമത്തെ മൊഴി വായിക്കുന്നത്. യേശു വിനാഗിരി സ്വീകരിച്ചുകൊണ്ട് പറഞ്ഞു, എല്ലാം പൂർത്തിയായി. ഇറ്റ് ഈസ് അക്കംപ്ലിഷ്ഡ്. സംഗീതത്തിലെ 7 ശബ്ദങ്ങൾ പോലെയാണ് യേശുവിൻ്റെ കുരിശിലെ 7 മൊഴികളെങ്കിൽ എന്തോ നേടിയെടുത്ത ഒരു വിജയാളിയുടെ ഗാഠമായ ശബ്ദമുണ്ട് ഈശോയുടെ ഈ മൊഴിക്ക്. ഒരു വിലാപത്തിൻ്റെ സ്വരമല്ല, മറിച്ച്
വളരെ ആഴമുള്ള, ചിലതെല്ലാം നേടിയെടുത്ത ഒരു വിജയാളിയുടെ ശബ്ദമാണ് ഈശോയുടെ കുരിശിലെ ആ മൊഴിക്ക് ഉള്ളത്. എല്ലാം പൂർത്തിയായി. സത്യത്തിൽ ഈശോ എന്താണ് പൂർത്തിയാക്കിയത്? രണ്ട് പ്രധാനപ്പെട്ട കാര്യങ്ങൾ നമുക്ക് കാണാം. ഒട്ടേറെ ആത്മീയമായ അർത്ഥതലങ്ങളുള്ള വചനമാണിത്. എങ്കിലും ഈ ചുരുങ്ങിയ സമയത്തിൽ രണ്ട് കാര്യങ്ങൾ നമുക്ക് കാണാനായിട്ട് ശ്രമിക്കാം. ഗ്രീക്ക് ഭാഷയിൽ ഇറ്റ് ഈസ് അക്കംപ്ലിഷ്ഡ്, ഇറ്റ് ഈസ് ഫിനിഷ്ഡ് എന്ന് പറയുന്നതിന് ടെലസ്റ്റായ് എന്നുള്ള വാക്കാണ് ഉപയോഗിക്കുന്നത്. ടെറ്റലെസ്റ്റായ്. ടെലയോസ് എന്ന് പറഞ്ഞാൽ എൻഡ് എന്നാണ്. യോഹന്നാൻ്റെ സുവിശേഷം 13:1 നമ്മൾ വായിക്കുന്നുണ്ട്, അവിടുന്ന് നമ്മെ അവസാനം വരെ സ്നേഹിച്ചു. തനിക്ക് സ്വന്തമായവരെ അവിടുന്ന് അവസാനം വരെ സ്നേഹിച്ചു. ടു ദി എൻഡ്. ടെലയോസ് എന്നാണ്. അപ്പോൾ ടെറ്റലെസ്റ്റായ് എന്ന് പറഞ്ഞാൽ എന്നെ ദൈവം ഏൽപ്പിച്ച ആ ദൗത്യം ഞാൻ അക്കംപ്ലിഷ് ചെയ്തുവെന്നാണ്. ഉദാഹരണത്തിന് നിങ്ങളൊരു പ്രൊജക്റ്റ് ചെയ്യുകയാണെന്നിരിക്കട്ടെ. ആ പ്രൊജക്റ്റ് ചെയ്തതിന് ശേഷം ആ പ്രൊജക്റ്റിൻ്റെ അവസാനം വിജയത്തോടെ നിങ്ങൾക്ക് പറയാൻ കഴിയും ടെറ്റലെസ്റ്റായി എന്ന്. ദൗത്യം പൂർത്തിയാക്കി, മിഷൻ അക്കംപ്ലിഷ്ഡ് എന്നൊക്കെ നമ്മൾ പറയാറില്ലേ? അല്ലെങ്കിൽ ദൈവശാസ്ത്രികൾ കുറച്ചുകൂടി പറയുന്നത് ഇങ്ങനെയാണ്, ഒരു കടം നമുക്കുണ്ടായിരുന്നു, ആ കടം നമ്മൾ ഭംഗിയായിട്ട് വീട്ടിൽ തീർത്തു. ഇറ്റ് ഈസ് അക്കംപ്ലിഷ്ഡ്. ഈശോയിലേക്ക് നമുക്ക് വരാം. പാപത്തിൻ്റെ ശമ്പളം മരണമാണ്, വിശുദ്ധ ഗ്രന്ഥം പറയുന്നുണ്ട്. പക്ഷേ യഥാവിധത്തിലുള്ള മരണം ആരേറ്റെടുക്കും? അത് ഏറ്റെടുക്കാനാണ് ഈശോ വന്നത്. അല്ലെങ്കിൽ യഥാർത്ഥത്തിലുള്ള മരണമെന്ന് പറഞ്ഞാൽ ആത്മാവും ശരീരവും തമ്മിൽ വേർപെടുന്ന ഒരു മരണത്തെക്കുറിച്ചല്ല, മറിച്ച് ദൈവവുമായുള്ള ബന്ധം നിത്യമായി വിച്ഛേദിക്കപ്പെടുന്നതാണ് സത്യത്തിൽ നിത്യമായ മരണമെന്ന് പറയുന്നത്. ഈ നിത്യമായ മരണത്തിൽ നിന്നും നമ്മളെ കരയറ്റാൻ രക്ഷകൻ വരികയാണ്. നിങ്ങളിങ്ങനെ ചിന്തിക്കുക, നമുക്കൊരു കടമുണ്ടായിരുന്നു, ആ കടം വീട്ടി തീർക്കാൻ നമുക്കാകില്ല. അപ്പോൾ കടമൊന്നുമില്ലാത്ത ഈശോ നമുക്ക് വേണ്ടി വന്ന് ആ കടം നമുക്ക് വേണ്ടി വീട്ടി തീർത്തു. ഇതാണ് കുരിശിലെ ഈശോ ചെയ്യുന്നത്. ഈ രണ്ട് കാര്യങ്ങൾ എല്ലാം പൂർത്തിയായി എന്ന് പറയുന്ന വചനവുമായി ധ്യാനിക്കാമെന്ന് പറഞ്ഞല്ലോ. നമുക്ക് ആദ്യത്തെ ഭാഗത്തിലേക്ക് വരാം. ഒന്നാമത്തേത് പ്രവചനങ്ങളുടെ പൂർത്തീകരണമാണ് കാൽവരിക്കുന്നിൽ ഉയർത്തപ്പെട്ട യേശുവിലെ ആ വചനം. ഒട്ടേറെ പ്രവചനങ്ങളുടെ പൂർത്തീകരണം. ഒരുപക്ഷെ ഈശോയുടെ കുരിശു മരണത്തിൻ്റെ ആ സമയത്ത് 6 മണിക്കൂറോളം നീണ്ടു നിൽക്കുന്ന പീഡാസഹനത്തിൻ്റെയും വിധിയുടെയും അരമനകളിലുള്ള ഒന്നിനു പുറകെ മറ്റൊന്നുള്ള കോടതികളിലെ വിധിന്യായങ്ങളുടെയും ഏറ്റവും ഒടുക്കം കാൽവരിക്കുന്നിൽ ഈശോ അർപ്പിച്ച ബലിയുടെയും സമയം ഏതാണ്ട് 6 മണിക്കൂർ സമയമാണ്. ഈ 6 മണിക്കൂർ സമയത്തിനിടയിൽ 30ഓളം പഴയ നിയമത്തിലെ പ്രോഫസീസ് ഈശോയുടെ മരണവുമായി ബന്ധപ്പെട്ടത് പൂർത്തിയായി എന്നാണ് പറയപ്പെടുക. പഴയ നിയമം ഒരു തരം നിഴലാണ്, പുതിയ നിയമം പൊരുളാണ്. അപ്പോൾ പഴയ നിയമത്തിൽ ഉള്ള ഒട്ടേറെ നിഴൽ പോലെ കിടക്കുന്ന കാര്യങ്ങൾ പുതിയ നിയമത്തിൽ അത് പൂർത്തിയാവുകയാണ്. നമുക്ക് ഈ ഒരു നല്ല ദിവസം ഒരു കാര്യം മാത്രം, ഒരു പ്രൊഫസി മാത്രം ഒന്ന് ധ്യാനിക്കാം. പാപത്തിൻ്റെ ശമ്പളം മരണമാകയാൽ അതിൽ നിന്ന് മാനവരാശിയെ രക്ഷിക്കാൻ മനുഷ്യൻ്റെ പരിഹാരമായി ദൈവം നിർദ്ദേശിച്ചത് സാക്രിഫൈസാണ്, ബലിയാണ്. ഉൽപ്പത്തി പുസ്തകം മുതൽ എത്രയെത്ര ബലികളും യാഗങ്ങളുമാണ് മനുഷ്യർ അർപ്പിക്കപ്പെട്ടിട്ടുള്ളത്. നരബലി പോലും ഉണ്ടായിരുന്നു ആദ്യകാലങ്ങളിൽ. പിന്നീട് അത് മൃഗബലിയായി വഴിമാറി. എന്തുമാത്രം ബലികളാണ് തുടർന്ന് നമ്മൾ കാണുന്നത്. വിതൗട്ട് ഷെഡിങ് ഓഫ് ദ ബ്ലഡ് ദർ ഈസ് നോ ഫൊർഗീവ്നെസ് ഓഫ് സിൻസ്. അപ്പോൾ പാപത്തിൻ്റെ മോചനത്തിന് വേറൊരു വഴിയില്ല. ഹെബ്രായർക്ക് എഴുതിയ ലേഖനം 9:22 നമ്മൾ വായിക്കുന്നത്. രക്തം ചിന്താതെ പാപമോചനമില്ല. അപ്പം അതുകൊണ്ട് മനുഷ്യൻ അവന് ചെയ്യാൻ കഴിയുന്ന വിധത്തിൽ അവൻ ബലികൾ അർപ്പിക്കാൻ തുടങ്ങി. എന്തൊക്കെ ബലികളാണ്? പ്രധാനമായി നമ്മൾ കണ്ടു, മൃഗബലിയാണ് അവരർപ്പിക്കുന്നത്. ലെവിറ്റിക്കസിൻ്റെ പുസ്തകം, ലേവ്യരുടെ പുസ്തകം 4-ാം അധ്യായത്തിലും 16-ാം അധ്യായത്തിലും നമ്മൾ ഹോളി വീക്കിൽ
ഇത്തരം വായനകൾ വിശുദ്ധ കുർബാനയുടെ മധ്യേയും പ്രാർത്ഥനകളുടെ മധ്യേയും ഒക്കെ നടത്തുന്നതാണ്. അവിടെ പുരോഹിതൻ ചെയ്യുന്ന പല ബലികളുണ്ട്. അതിലൊരു ബലിയാണ് പാപപരിഹാര ബലി. ഒരാടിനെ കൊണ്ടുവരുന്നു, ഊനമറ്റ ആടിനെ കൊണ്ടുവരുന്നു. ആ ആടിൻ്റെ മേൽ പാപങ്ങൾ ആരോപിക്കുന്നു. പാപങ്ങൾ ആരോപിച്ചതിന് ശേഷം ആടിനെ അറുക്കുന്നു, കൊല്ലുന്നു. ആടിൻ്റെ രക്തം എടുത്ത് പുരോഹിതൻ ഹോളി ഓഫ് ദ ഹോളീസിലേക്ക് പ്രവേശിക്കുന്നു, അതിവിശുദ്ധ സ്ഥലത്തിലേക്ക് പ്രവേശിക്കുന്നു. എന്നിട്ട് അവിടെ അതിവിശുദ്ധ സ്ഥലത്ത് തൻ്റെ കരങ്ങൾ കൊണ്ട് അവിടെ സ്പ്രിങ്കിൾ ചെയ്യുന്നു, അവിടെ തളിക്കുന്നു. അവിടെ രക്തം തെളിച്ചതിന് ശേഷം ആ പുരോഹിതൻ മുമ്പിലേക്ക് ഇറങ്ങി വന്നിട്ട് ബാക്കി വരുന്ന രക്തം അൾത്താരയുടെ കീഴിൽ അദ്ദേഹം ഒഴിച്ച് കളയുന്നു. തുടർന്ന് പുറത്തു വന്നുകൊണ്ട് അദ്ദേഹം പറയും, ഇറ്റ് ഈസ് അക്കംപ്ലിഷ്ഡ്, ടെറ്റലെസ്റ്റായി, കാര്യം നടന്നു. എന്താണ്? നിങ്ങളുടെ പാപങ്ങൾ മോചിക്കപ്പെട്ടു. പക്ഷേ ഈ പാപങ്ങൾ മോചിപ്പിക്കപ്പെട്ടു എന്ന് 1000 ആവർത്തി പറഞ്ഞിട്ടും മനുഷ്യന് കൃത്യമായിട്ടറിയാം, അങ്ങനെ പാപങ്ങൾ മോചിപ്പിക്കപ്പെടുകയില്ല. കാരണം എന്താണ്? ഹെബ്രായർക്ക് എഴുതിയ ലേഖനം 10:4 നമ്മൾ വായിക്കുന്നത്, മൃഗബലി കൊണ്ട് കോലാലുകളുടെയോ ചെമ്മരിയാടുകളുടെയോ ബലികൾക്ക് മനുഷ്യൻ്റെ പാപങ്ങൾ മായ്ച്ചു കളയാനായിട്ട് കഴിയില്ല. എന്തുകൊണ്ടാണ് വചനം അങ്ങനെ പറയുന്നത്? മൃഗങ്ങൾക്ക് വില്ലെന്ന് പറയുന്ന ഒരു കാര്യമില്ല, സ്വാതന്ത്ര്യമെന്ന് പറയുന്നൊരു കാര്യമില്ല. അതുകൊണ്ട് തന്നെ ഒരു മോറൽ റെസ്പോൺസിബിലിറ്റി ഏറ്റെടുക്കാൻ മൃഗത്തിന് പറ്റില്ല. മൃഗം അതുകൊണ്ട് പാപം ചെയ്യുന്നില്ല. പാപം ചെയ്യാൻ കഴിവുള്ള ഒരുവനെ പാപങ്ങൾ ഏറ്റെടുക്കാൻ കഴിയൂ. അതേസമയം അവൻ പാപം ചെയ്യാത്തവനുമായിരിക്കണം. അപ്പോൾ നമ്മൾ കണ്ടതിങ്ങനെയാണ്. നാളുകളോളം, 1-2 ദിവസമല്ല, നീണ്ട 1600 വർഷക്കാലം പാപപരിഹാരത്തിന് വേണ്ടിയുള്ള ബലി ജെറുസലേം ദേവാലയത്തിലും ജെറുസലേം ദേവാലയത്തിൻ്റെ നിർമ്മിതിക്ക് മുമ്പ് മാനവരാശിയുടെ ഒരുമിച്ച് കൂടൽ എവിടെയെല്ലാം സംഭവിക്കുന്നുണ്ടോ അവിടെയെല്ലാം ആടുകളെയോ കോലാടുകളെയോ ചെമ്മരിയാടുകളെയോ കാളക്കുട്ടികളെയോ കൊണ്ടുവന്ന് ബലിയർപ്പിക്കും. ബലിയർപ്പിച്ച് കഴിയുമ്പോൾ പറയുന്നത് ഇങ്ങനെയാണ്, നിങ്ങൾ പാപങ്ങൾ മോചിക്കപ്പെട്ടിരിക്കുന്നു. പക്ഷേ അപ്പോഴും മനുഷ്യനറിയാം, പാപങ്ങൾ അങ്ങനെ മോചിപ്പിക്കപ്പെടുക സാധ്യമല്ല. കാരണം മൃഗബലിക്ക് പാപങ്ങൾ മറച്ചു പിടിക്കാനേ കഴിയൂ, പാപങ്ങൾ മായ്ക്കാൻ കഴിയുകയില്ല. ഇങ്ങനെ ഇരിക്കുന്ന സമയത്താണ്, കേൾക്കുക, യോഹന്നാൻ്റെ സുവിശേഷം 1:29 ഈശോ തൻ്റെ പരസ്യജീവിതം ആരംഭിക്കുമ്പോൾ ജോൺ ദ ബാപ്റ്റിസ്റ്റ്, സ്നാപക യോഹന്നാൻ പറയുന്നത് എങ്ങനെയാണ്? ഇതാ ലോകത്തിൻ്റെ പാപം നീക്കുന്ന ദൈവത്തിൻ്റെ കുഞ്ഞാട്. ഈശോയെ പൊതുജന മധ്യത്തിൽ പരിചയപ്പെടുത്തിക്കൊണ്ട് പറയുന്ന വാചകമാണ് ഇത്. ഒന്ന് ചിന്തിക്കുക. ഒരു പക്ഷേ സ്നാപക യോഹന്നാന് പറയാമായിരുന്നു, ജീസസ് ദ ഗ്രേറ്റ് സോഷ്യൽ റിഫോമർ, വലിയൊരു സോഷ്യൽ റിഫോമർ വരുന്നു. അല്ലെങ്കിൽ അവന് പറയാമായിരുന്നു, ദ ഗ്രേറ്റ് മോറൽ ടീച്ചർ വരുന്നു, അല്ലെങ്കിൽ ഒരു മിറക്കിൾ വർക്കർ വരുന്നു. ഇങ്ങനെയൊക്കെയും ഒരു പക്ഷേ സ്നാപക യോഹന്നാന് ഈശോയെ പരിചയപ്പെടുത്താമായിരുന്നു. പക്ഷേ അവൻ പരിചയപ്പെടുത്തുന്ന അങ്ങനെയൊന്നും പറഞ്ഞുകൊണ്ടല്ല. കാരണം എന്തുകൊണ്ടാണ്? യോഹന്നാൻ ഒരു പ്രീസ്റ്റ് കുടുംബത്തിലെ അംഗമാണ്. 100 കണക്കിന് ബലികളും യാഗങ്ങളും അർപ്പിക്കപ്പെട്ട കഥ സ്നാപക യോഹന്നാന് കൃത്യമായിട്ടറിയാം. അതുകൊണ്ട് ഈശോ പ്രധാനമായി വരുന്നത് മാനവരാശിയുടെ പാപം ഏറ്റെടുക്കാനും പാപങ്ങൾക്ക് പരിഹാരം ചെയ്യാനും ആയതുകൊണ്ട് യോഹന്നാൻ പരിചയപ്പെടുത്തുകയാണ്, ഇതാ ലോകത്തിൻ്റെ പാപം നീക്കുന്ന ദൈവത്തിൻ്റെ കുഞ്ഞാട് വരുന്നു. സഹോദരങ്ങളെ, പഴയ നിയമത്തിൽ യഥാർത്ഥത്തിലുള്ള ദൈവത്തിൻ്റെ കുഞ്ഞാട് വരാനിരിക്കുന്നേ ഉള്ളൂ എന്നുള്ള ഒരു നിഴല് പോലുള്ള വചനത്തെ പൊരുളാക്കി മാറ്റുകയാണ് യോഹന്നാൻ്റെ സുവിശേഷം 1:29 സ്നാപകൻ്റെ പ്രവചനം. ആ പ്രവചനവും ആ വാക്കും പൂർണ്ണമാക്കുകയാണ് യേശുവിലെ കുരിശിലെ ബലി. ഇങ്ങനെ തുടങ്ങി എത്രയെത്ര പ്രവചനങ്ങളാണ് കാൽവരിക്കുന്നിലെ ആ ബലിയിൽ പൂർണ്ണമാകുന്നത്. ഈശോ ദൈവമാണ്, അതേസമയം മനുഷ്യനുമാണ്. ദൈവത്തിൽ നിന്ന് വന്ന ഒരാൾക്ക് മാത്രമേ പാപങ്ങൾ ഏറ്റെടുക്കാൻ കഴിയൂ. പക്ഷെ അതേസമയം തന്നെ അയാൾ പാപം ചെയ്യാൻ പ്രാപ്തനുമായിരിക്കണം. ഈശോ ആകട്ടെ മനുഷ്യനാണ്, പൂർണ്ണ മനുഷ്യനുമാണ്,
പൂർണ്ണ ദൈവവുമാണ്. അതുകൊണ്ട് തന്നെ പാപം ചെയ്യാൻ പ്രാപ്തനും അതേസമയം ദൈവത്തിൽ നിന്നുള്ളവനുമായ രക്ഷകനായ ഈശോ നമ്മുടെ പാപങ്ങൾ ഏറ്റെടുക്കുന്നു. ആ ബലിയാണ് പൂർണ്ണമായ ബലി. അപ്പോൾ പഴയ നിയമത്തിലെ ബലികൾ അല്ലെങ്കിൽ മൃഗബലികൾ എന്ന് പറയുന്നത് സത്യത്തിൽ പാപങ്ങൾ മറച്ചു പിടിക്കാനേ കൊള്ളുവെങ്കിൽ പുതിയ നിയമത്തിലെ എന്നേക്കുമായി അർപ്പിക്കപ്പെട്ട യേശുവിൻ്റെ കാൽവരിക്കുന്നിലെ ബലി ഇതാ പാപങ്ങൾ മായ്ച്ചു കളയുന്നു, എന്നേക്കുമായി മായ്ച്ചു കളയുന്നു. ഇവിടെ നമ്മോട് പറയുന്ന വളരെ പ്രധാനപ്പെട്ട ഒരു ആത്മീയ രഹസ്യമുണ്ട്. കാൽവരിക്കുന്നിലെ ഈശോയുടെ ബലിയിലേക്ക് പരിപൂർണമായി ജീവിതത്തെ കൈയാളിക്കുന്ന ഒരു വ്യക്തി വീണ്ടും പഴയ കാലങ്ങളിലെ അവരുടെ വീഴ്ചകളെ ഓർത്തുകൊണ്ട് ദുഃഖിക്കാൻ പാടില്ല. വീണ്ടും വീണ്ടും അവയെക്കുറിച്ച് ഓർത്ത് പരാതിപ്പെടാൻ പാടില്ല. കാരണം അത് അവൻ്റെ ബലിയെ യഥാവിധം നാം സ്വീകരിക്കുന്നില്ല എന്നുകൂടി പരോക്ഷമായി നാം പറയുന്നതിന് തുല്യമായിരിക്കും. നമ്മൾ ഇങ്ങനെ മനസ്സിലാക്കുക, എനിക്കൊരു കടമുണ്ട്, എനിക്കത് വീട്ടിൽ തീർക്കാൻ കഴിയില്ല. എന്നാൽ എൻ്റെ രക്ഷകനായ എൻ്റെ ഈശോ എനിക്ക് വേണ്ടി ആ കടം വീട്ടിൽ തീർത്തു. അതെ, ഒന്നാമതായി പ്രവചനങ്ങളുടെ പൂർത്തീകരണമാണ് കാൽവരിക്കുന്നിൽ നടക്കുന്നത്. സഹോദരങ്ങളെ, ചിലപ്പോഴെങ്കിലും നമ്മൾ ഇത് കേൾക്കുമ്പോൾ 21-ാം നൂറ്റാണ്ടിലാണ് മനുഷ്യന് ചിന്തിക്കും, ഇങ്ങനെയൊക്കെയുള്ള ബലികളുണ്ടോ? നമ്മൾ ഓർക്കണം, ഇന്നും നാച്ചുറൽ റിലിജ്യൻ പ്രാക്ടീസ് ചെയ്യുന്ന ഒട്ടേറെ ചെറു ചെറു സമൂഹങ്ങളിലും ഗോത്രവർഗക്കാരുടെ ഇടയിലും ഇന്നും അവർ ചെയ്യുന്നത് മൃഗബലികളാണ്. എവിടെയോ ഞാൻ വായിച്ചു കണ്ടു, സ്പെയിനിലാണ് അവർ ഒരു ചെറിയ സമൂഹം അവർ ചെയ്യുന്ന കാര്യം, ഓരോ വർഷത്തിൻ്റെയും ഒടുക്കത്തിൽ ഒരു നിർണയിക്കപ്പെട്ടിരിക്കുന്ന ഒരാഴ്ചയിൽ ജനം മുഴുവൻ, ആ വില്ലേജിലെ ജനം മുഴുവൻ അവിടെ ഒരുമിച്ച് കൂടും. ഒരുമിച്ച് കൂടിയതിന് ശേഷം ആ നാട്ടിൽ നിന്ന് ആരെങ്കിലും സമ്മാനിക്കുന്ന ഒരു ആട്ടിൻകുട്ടിയുമായി ആ നാട്ടിലെ മൂപ്പൻ അവിടെയുള്ള ഉയർന്ന കെട്ടിടത്തിൻ്റെ മുകളിലേക്ക് ചെല്ലും. ജനങ്ങൾ മുഴുവൻ അവിടെ നിന്നുകൊണ്ട് അവരുടെ കഴിഞ്ഞ പോയ കാലത്തെ കുറവുകൾ ഏറ്റുപറയും. താഴ്ന്ന സ്വരത്തിൽ അവർ ഏറ്റുപറയും. അപ്പോഴിതാ മുകളിൽ നിൽക്കുന്ന മൂപ്പൻ ആ ആട്ടിൻകുട്ടിയെ താഴേക്ക് വലിച്ചെറിഞ്ഞ് ആടിൻ്റെ ശരീരം ഛിന്ന ഭിന്നമാകുമ്പോൾ ഈ ജനം മുഴുവൻ എന്തോ നേടിയെടുത്തു എന്ന ഭാവേന ഇങ്ങനെ ആഹ്ലാദിക്കാനും ശബ്ദമുണ്ടാക്കാനുമായിട്ട് തുടങ്ങി. 2000 ആണ്ട് വരെ പ്രാക്ടീസ് ചെയ്തിരുന്ന ഒരു കാര്യമായിട്ടാണ് ഞാനത് വായിക്കാൻ ഇടവന്നത്. പിന്നീട് എൻവയോൺമെൻറ്റൽ ആളുകളെല്ലാം ഇടപെട്ട് അത്തരം കാര്യങ്ങൾ അവിടെ നിർത്തിക്കളഞ്ഞു. ഇന്ന് വായിക്കാനായിട്ട് ഇടവന്നു. ഞാൻ പറഞ്ഞത്, പാപങ്ങൾ ഏറ്റെടുക്കാൻ ആരെങ്കിലും വരണം. പക്ഷേ ഒരു ബലിക്കും, മനുഷ്യൻ നടത്തുന്ന ഒരു ബലിക്കും അത് പരിപൂർണമായി ഏറ്റെടുക്കാൻ കഴിയില്ല. അത് കഴിവുള്ള ആളാണ് രക്ഷകൻ. അവൻ ഏറ്റെടുത്തു, ടെറ്റലെസ്റ്റായി. അതുകൊണ്ട് അവൻ വിളിച്ചു പറഞ്ഞു, എല്ലാം പൂർത്തിയായി, മിഷൻ അക്കംപ്ലിഷ്ഡ്. രണ്ടാമത് മറ്റൊരർത്ഥം കൂടി ഇതിനുണ്ട്. ദൈവഹിതം ഞാൻ നിറവേറ്റി, എൻ്റെ നിയോഗം ഞാൻ പൂർത്തിയാക്കി. സഹോദരങ്ങളെ, ഈശോയുടെ നിയോഗം സത്യത്തിൽ എന്തായിരുന്നു? അവൻ ജനിച്ചത് തന്നെയും കാൽവരിക്കുന്നിൽ യാഗമായി അർപ്പിക്കാനായിരുന്നുവെന്ന് സെയിൻറ്റ് ആൻസലം പറയുന്നുണ്ട്. മനുഷ്യാവതാരം തന്നെയും അവൻ കാൽവരിക്കുന്നിൽ ബലിയർപ്പിക്കാനായിരുന്നു. ഇത് ആരും അവനിൽ നിന്ന് പിടിച്ചെടുത്തതല്ല, മറിച്ച് അവൻ സ്വമേധയെ സമർപ്പിച്ചതാണ്. യോഹന്നാൻ്റെ സുവിശേഷം 10:18 നമ്മൾ വായിക്കും. ആരും അവനിൽ നിന്ന് പിടിച്ചെടുക്കുകയല്ല, അവൻ സ്വമേധയെ സമർപ്പിക്കുകയാണ്. കാരണം ഈശോയ്ക്ക് കൃത്യമായി അറിയാമായിരുന്നു തന്നെക്കുറിച്ചുള്ള ദൈവത്തിൻ്റെ പദ്ധതി എന്താണ് എന്ന്, ദൈവത്തിൻ്റെ നിയോഗം എന്താണ് എന്ന്. എനിക്കും നിങ്ങൾക്കും ഈ ഭൂമിയിൽ ചെയ്തു തീർക്കാൻ ഒരു നിയോഗമുണ്ട്. ഈ നിയോഗം കണ്ടെത്തുക എന്നുള്ളത് വളരെ പ്രധാനപ്പെട്ട കാര്യമാണ്. സത്യത്തിൽ നമ്മുടെ ആത്മാവിൻ്റെ മന്ത്രണങ്ങളെ, ആത്മാവിൻ്റെ ശബ്ദത്തെ യഥാവിധത്തിൽ കേൾക്കാൻ കഴിയുന്ന വ്യക്തികൾക്ക് മാത്രമേ അവരുടെ നിയോഗം എന്താണ് എന്ന് തിരിച്ചറിയാനായിട്ട് കഴിയൂ. ചില മനുഷ്യർ പറയുന്നത് കേട്ടിട്ടില്ലേ, എല്ലാം ഉണ്ട് പക്ഷേ ഒന്നുമില്ലാത്തതുപോലെ.
അല്ലെങ്കിൽ ചില ചെറുപ്പക്കാർ പറയും, എന്താ ചെയ്യേണ്ടതെന്ന് അറിഞ്ഞുകൂടാ, എങ്ങനെയാണ് പോകേണ്ടതെന്ന് അറിഞ്ഞുകൂടാ. നമ്മൾ ഓർക്കണം, ഓരോ മനുഷ്യനും സുവിശേഷത്തിൻ്റെ ഒരിക്കലും ആവർത്തിക്കാൻ ഇടയില്ലാത്ത ഓരോ വ്യാഖ്യാനമാണ്. ഞാൻ സുവിശേഷത്തിൻ്റെ ഒരു വ്യാഖ്യാനമാണ്. കേട്ടുകൊണ്ടിരിക്കുന്ന നിങ്ങൾ ഓരോരുത്തരും സുവിശേഷത്തിൻ്റെ ഒരിക്കലും ആവർത്തിക്കാൻ ഇടയില്ലാത്ത വ്യാഖ്യാനമാണ്. അപ്പോൾ നമ്മളെല്ലാം വളരെ യുണീക്കാണ്. നമ്മെ ഓരോരുത്തരെയും കുറിച്ചുള്ള ദൈവത്തിൻ്റെ പദ്ധതിയും ഏൽപ്പിക്കപ്പെടുന്ന നിയോഗവും വളരെ വ്യത്യസ്തമാണ്. പലപ്പോഴും ജീവിതത്തിൽ പരാജയപ്പെടാനുള്ള കാരണം എന്താണ്? മറ്റുള്ളവർക്ക് വേണ്ടി എഴുതപ്പെട്ട ചോദ്യം പേപ്പർ നമ്മൾ അത് നോക്കി നമ്മുടെ ഉത്തരം ചെയ്യുന്നു എന്നുള്ളതാണ്. ഓരോരുത്തർക്കും ദൈവം നൽകിയിരിക്കുന്ന ക്വസ്റ്റ്യൻ പേപ്പർ വളരെ വ്യത്യസ്തമാണ്. അപ്പോൾ നമ്മുടെ ജീവിതം, നമ്മുടെ നിയോഗം യഥാവിധം പൂർത്തിയാക്കിയെങ്കിലേ കുരിശിലെ ഈശോ പറഞ്ഞതുപോലെ ടെറ്റലെസ്റ്റായി, എല്ലാം പൂർത്തിയായി എന്ന് പറയാൻ കഴിയും. വിശുദ്ധനായ പൗലോസ് അപ്പസ്തോലൻ തന്നേറെ സ്നേഹിച്ചിരുന്ന ശിഷ്യനായ തിമോത്തിയോസിന് റോമിലെ ജയിലിൽ കിടക്കുമ്പോൾ എഴുതിയ വരികൾ വളരെ ഹൃദ്യമാണ്. 2 തിമോത്തിയോസിന് എഴുതിയ ലേഖനത്തിൻ്റെ 4-ാമത്തെ അധ്യായം ഏറ്റവും അവസാനത്തിലാണ് നമ്മളത് വായിക്കുന്നത്. എൻ്റെ വിശ്വാസം ഞാൻ കാത്തു, എൻ്റെ ഓട്ടം ഞാൻ പൂർത്തിയാക്കി. മിഷൻ അക്കംപ്ലിഷ്ഡ്. പലരും ഓട്ടം ആരംഭിക്കാറുണ്ട്, പക്ഷേ ഇടയ്ക്ക് വെച്ച് നിർത്തിക്കളയും, പൂർത്തിയാക്കാനായിട്ട് മടിക്കും. അപ്പോൾ അപ്പസ്തോലൻ പറയുകയാണ്, എൻ്റെ മിഷൻ ഞാൻ പൂർത്തിയാക്കി. സഹോദരങ്ങളെ, നമ്മെ ഓരോരുത്തരെയും കുറിച്ചുള്ള ദൈവത്തിൻ്റെ നിയോഗം വളരെ വ്യത്യസ്തമാണ്. ഞാൻ പറഞ്ഞു, നമ്മുടെ ആത്മാവിൻ്റെ ശബ്ദം യഥാവിധം ശ്രവിക്കുമ്പോഴാണ് നമ്മുടെ നിയോഗം എന്താണെന്ന് നമുക്ക് തിരിച്ചറിയാനായിട്ട് കഴിയുന്നത്. ശബ്ദ കോലാഹലങ്ങളുടെ ഇടയിൽ ഒരുപക്ഷെ നമ്മുടെ യഥാർത്ഥത്തിലുള്ള മിഷൻ എന്താണെന്ന് നമുക്ക് പിടികിട്ടണമെന്നില്ല. അല്ലെങ്കിൽ സാമുവേൽ പ്രവാചകൻ ഗുരുവായ ഏലിയോട് ചോദിച്ചതുപോലെ ഗുരുക്കന്മാരോട് ചോദിക്കണം, എൻ്റെ യഥാവിധത്തിലുള്ള എൻ്റെ ആത്മാവിൻ്റെ കണ്ണ് തുറക്കാൻ പ്രാർത്ഥിക്കണം, എന്നെക്കുറിച്ചുള്ള ദൈവത്തിൻ്റെ നിയോഗം എനിക്ക് പറഞ്ഞു തരണം, അതിനുവേണ്ടി എന്നെ ഒന്ന് ഒരുക്കണം. അപ്പം ഇങ്ങനെ ദൈവത്തിൻ്റെ നിയോഗം എന്തുമായിരുന്നാലും അത് പൂർത്തിയാക്കുന്ന നേരത്താണ് സത്യത്തിൽ നമുക്കും ഈശോ കുരിശിൽ പറഞ്ഞതുപോലെ എല്ലാം പൂർത്തിയായി, മിഷൻ അക്കംപ്ലിഷ്ഡ് എന്ന് പറഞ്ഞ് നമുക്ക് പോകാൻ കഴിയും. പലപ്പോഴും ഈ ഭൂമിയിലെ ജീവിതം കഴിഞ്ഞ് നമ്മൾ മടങ്ങിപ്പോകുന്നത് ഇനിയും പൂർത്തിയാകാത്ത ഒട്ടേറെ പ്രൊജക്റ്റുകളെ ബാക്കി നിർത്തിക്കൊണ്ടാണ്. പ്രധാനപ്പെട്ട പ്രൊജക്റ്റുകൾ പലതും പൂർത്തിയാക്കാതെ സില്ലിയായ കുഞ്ഞു കുഞ്ഞു കാര്യങ്ങൾ പൂർത്തിയാക്കി നമ്മുടെ ജീവിതം കെട്ടടങ്ങാൻ ശ്രമിക്കുമ്പോൾ ദൈവമേ പൂർത്തിയാക്കാൻ കഴിഞ്ഞില്ലല്ലോ എന്നോർത്തുള്ള വേദനയും വിഷമവുമായിരിക്കും ഒരുപക്ഷെ നമ്മളെ തേടിയെത്തുന്നത്. സഹോദരങ്ങളെ, നമ്മളെക്കുറിച്ചുള്ള ദൈവത്തിൻ്റെ പദ്ധതി തിരിച്ചറിയാനും അത് പൂർത്തിയാക്കാനും കഴിഞ്ഞാൽ തീർച്ചയായും നമ്മൾ അനുഗ്രഹീതരാകും. ഒരു സ്പിരിച്വൽ എക്സസൈസ് പോലെ ഈ നല്ല വിശുദ്ധമായ ദിവസം നിങ്ങൾക്ക് ചെയ്യാൻ കഴിയുന്നത് ഇതാണ്. നിങ്ങളെക്കുറിച്ചുള്ള ദൈവത്തിൻ്റെ നിയോഗം എന്താണ് എന്ന് ഈശോയോട് ചോദിക്കുക. ആരംഭിച്ച പലതും നിർത്തിക്കളഞ്ഞിട്ടുണ്ടെങ്കിൽ, പ്രത്യേകിച്ചും അതിൽ 1-2 കാര്യങ്ങൾ ദൈവത്തിൻ്റെ നിയോഗമായിരുന്നു അതെന്ന് നിങ്ങൾ തിരിച്ചറിയുകയും പൂർത്തിയാകാതെ നിർത്തിക്കളയാൻ ഇടവരുകയും ചെയ്തിട്ടുണ്ട് എങ്കിൽ ഒരിക്കൽ കൂടി ആരംഭിക്കാനും അത് പൂർത്തിയാക്കാനുമുള്ള കൃപ ഞങ്ങൾക്ക് തരണമേ എന്ന് പ്രാർത്ഥിക്കുക. അപ്പോൾ ഈശോയെപ്പോലെ നമ്മളും പറയും, എല്ലാം പൂർത്തിയായി. ആമേൻ.